ഹായ് ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത കോളേജ് മെമ്മറീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഫസ്റ്റ് പാർട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ പാർട്ട് 2 ആയിട്ട് ഇടുന്നുണ്ടെങ്കിലും കണ്ടിന്യൂഷനൊന്നും അല്ല, ജസ്റ്റ് മെമ്മറീസ് മാത്രമാണ്. സോ നിങ്ങളിപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി അത് കാണാനൊന്നും നിൽക്കണ്ട. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ പതുക്കെ പോയാൽ മതി. സോ എൻജോയ് ദിസ് വീഡിയോ. हाँ टीचर प्लीज कर Thank you. എന്നെ പഠിപ്പിച്ചിട്ട് ഫേവറേറ്റ് ടീച്ചേഴ്സാണ് മായ ടീച്ചറും അതുപോലെ സുജന മിസ്സും. അവർക്ക് രണ്ടുപേർക്കും കൊടുത്ത ഗിഫ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മിസ്സായതുകൊണ്ട് നമ്മളെല്ലാവരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അവരോടുള്ള സ്നേഹവും ആത്മാർത്ഥവും അത്രയ്ക്ക് നമ്മുടെ എന്താ പറയുക, ഒരു സ്റ്റുഡൻസിൻ്റെ മാനസികാവസ്ഥ, സ്റ്റുഡൻസിനെ എങ്ങനെയൊക്കെ പഠിപ്പിക്കാനായാലും അല്ലെങ്കിൽ കലാപരമായിട്ടായാലും എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതും അതൊരു അമ്മമാരെ പോലെ സ്നേഹിക്കുന്നൊരു ടീച്ചേഴ്സ് തന്നെയായിരുന്നു അവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർ തന്നെയാണ് അവർ രണ്ടുപേരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള ഇൻസ്പയർഡ് ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാൻ അറിയിക്കണേ. പിന്നെ വേറൊരു വീഡിയോ കോമഡിയാണ്, കേട്ടോണേ. ഹലോ ഗൈസ്, ഇതാണ് ജിമ്മി പോണതിൻ്റെ ഗുണം. ഒരു ബൈക്ക് നിസ്സാരമായിട്ട് കൈ കൊണ്ട് തന്നെ കണ്ടോ ഗൈസ്. കീർത്തന ചേച്ചിയെ നമ്മൾ കളിയാക്കിയതാട്ടോ. കീർത്തന ചേച്ചി ജിമ്മിൽ പോകണോണ്ടേ കളിയാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. എനിക്ക് അന്ന് ജലദോഷം ഉണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുക. ഇത് പണ്ടുള്ള വീഡിയോ, 2024 വീഡിയോസാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, മെമ്മറീസ് എല്ലാം നമ്മൾ ഇങ്ങനെ ത്രെഡിൽ ഇങ്ങനെ കെട്ടിയിടുന്നു എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ മെമ്മറീസ് ത്രെഡാക്കി ഇടുകയാണ്, അത്രയേ ഉള്ളൂ. എത്ര വർഷം കഴിഞ്ഞാലും ഈ മെമ്മറീസ് റിവൈൻഡ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എളുപ്പമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പലരായിട്ടും ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ബോയ്സ് ആട്ടോ നല്ലത്. ഇപ്പോഴും നേരത്തെ ബൈക്കിൽ പോയ അഭിലാഷ് ആയിക്കോട്ടെ, സാജു ആയിക്കോട്ടെ, വിഷ്ണു ആയിക്കോട്ടെ, അവരൊക്കെ ഇപ്പോഴും വല്ലപ്പോഴെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ ഗേൾസ്, ജിബിന എന്ന് പറയുന്ന ചേച്ചി ഒഴിച്ച് ബാക്കി ആരും മൈൻഡ് ഒന്നും ചെയ്യാറില്ല. സ്റ്റാറ്റസ് കാണുന്നല്ലാണ്ട് മൈൻഡ് ഒന്നും ചെയ്യാറില്ല. മേ ബി അവർക്ക് ഓരോരുത്തർക്കും ബിസിയായി. ഇതേ കാണുന്ന അഭിയേച്ച് മാരീഡായി. അപ്പോൾ ഓരോരുത്തരുടെ ബിസിയായി. എന്നാലും ആൾക്കാർ മാറുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് ജോലിക്ക് കയറും, ഒരു സ്ഥലത്ത് പോവും, ഒരുമിച്ച് ജോലിക്ക് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജോലി ഉള്ളവരായി, ജോലി ഇല്ലാത്തവരായി, മൈൻഡ് ഇല്ലാത്തവരായി. എന്താല്ലേ മനുഷ്യരൊക്കെ മാറുന്നത്. എന്നാലും ഞാൻ ഈ മെമ്മറീസ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കും ഇതുപോലെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കില്ലല്ലോ. പിന്നെ വേറൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഇൻട്രോയിലും ഓരോ ലാംഗ്വേജ് പറയാമെന്ന്. അപ്പോൾ അടുത്ത ലാംഗ്വേജ് ഏത് വേണമെന്ന് സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനൊരു ഗെയിം മോഡൽ വയ്ക്കാം. ഞാൻ പറയുന്ന ലാംഗ്വേജ് ഏതാണ് നിങ്ങൾ കമൻറ്റിലൂടെ ഇടണം. അതായാലോ, എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഇടുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.